ഹായ്, വെൽക്കം. നിങ്ങൾ തമ്പനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ വരില്ല, ഞാൻ വരാറില്ല, ഞാൻ വന്നേനെ, ഞാൻ വരേണ്ടതായിരുന്നു, ഞാൻ വരാൻ പാടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എന്നുള്ളത് വെച്ച് മാത്രമല്ല, ഏത് സബ്ജക്റ്റുകൾ വെച്ചും ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പറയുക എന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ വെൽക്കം ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഈസ് നിഷാദ്. ദ ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ വരില്ല. ഞാൻ വരില്ല. ഈ മലയാളം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഫ്യൂച്ചറിൽ, ഭാവിയിൽ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ വിൽ നോട്ട് കം എന്നുള്ളതാണ്. ഐ വിൽ നോട്ട് കം. സ്പോക്കണിൽ നമ്മൾ പറയുന്ന സമയത്ത് ഐ വോണ്ട് കം, ഐ വോണ്ട് കം. ഐ വോണ്ട് കം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വരില്ല എന്നാണ് കേട്ടോ. അത് വേറൊരു സംഗതിയായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഞാൻ വരാറില്ല എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ വരാറില്ല എന്നുള്ളത് നമ്മൾ വേറെ രൂപത്തിലാണ് പറയുക. അത് ഞാൻ അടുത്തത് പറയാം. സോ ഞാൻ വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ വോണ്ട് കം എന്നാണ് പറയുക. ഇനി അതിൻ്റെ കൂടെ തന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഐ ആം നോട്ട് കമ്മിങ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഐ ആം നോട്ട് കമ്മിങ് എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ ഞാൻ വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ വോണ്ട് കം എന്നാണ് പറയുക. വാട്ട് ഈസ് ഇറ്റ്? ഐ വോണ്ട് കം. ഇനി ഞാനത് ചെയ്യില്ല എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെ പറയാം? അവിടെ ആ വേർബ് മാറി അല്ലേ? കം എന്നുള്ള വേർബ് മാറി, പിന്നെ ചെയ്യുക എന്നുള്ള വേർബാണ്. അത് ഡു എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ എങ്ങനെ പറയാം? ഐ വോണ്ട് ഡു ഇറ്റ്. ഐ വോണ്ട് ഡു ഇറ്റ്. എൻ്റെ ഫുള്ള് ഐ വിൽ നോട്ട് ഡു ഇറ്റ് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ വോണ്ട് ഡു ഇറ്റ്. ഓക്കെ. ഐ വോണ്ട് കം, ഐ വോണ്ട് ഡു ഇറ്റ്. He won't help us. He won't help us. Meaning what? He won't help us. അവൻ or അയാൾ നമ്മെ സഹായിക്കില്ല. എപ്പോൾ സഹായിക്കില്ല? ഫ്യൂച്ചറിൽ സഹായിക്കില്ല. അങ്ങനെ സഹായിക്കാൻ പോകുന്നില്ല. ഫ്യൂച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. He won't help us. You understand? അടുത്തത്, she won't attend the class. Meaning what? ഷീ വോണ്ട് അറ്റൻഡ് ദ ക്ലാസ്. അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്? അങ്ങനെ നടക്കില്ല. എപ്പോൾ നടക്കില്ല? ഫ്യൂച്ചറിൽ നടക്കില്ല. വരില്ല, പോകില്ല, ചെയ്യില്ല, അറ്റൻഡ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞത് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം നടക്കില്ല എന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് എന്താണ്? ഇപ്പോൾ വരില്ല എന്ന് പറഞ്ഞ കാര്യം നമ്മൾ വരാറില്ല എന്ന് പറയാണ്. വരാറില്ല. ഈ വരാറില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഹാബിറ്റായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണ്. മനസ്സിലായോ? അവിടെ നമ്മൾ പറയുന്നത് ഫ്യൂച്ചറിൽ വരാറില്ല എന്നുള്ളതല്ല, സാധാരണ വരാറില്ല, പ്രസൻറ്റിൽ വരാറില്ല എന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അത് നമ്മളെങ്ങനെയാണ് പറയുക? അപ്പോൾ അവിടെ നമ്മൾ ഐ വോണ്ട് കം എന്ന് പറഞ്ഞത് ഇവിടെ ഐ ഡോണ്ട് കം എന്നാണ് പറയാം. എന്താ പറയുക? ഐ ഡോണ്ട് കം. ഇവിടെ ഡു ഡസ് വെച്ചിട്ടാണ് നമ്മളത് പറയാം. സാധാരണ വരാറില്ല, ഐ ഡോണ്ട് കം. ഞാൻ വരാറില്ല. ഓക്കെ. ഐ ഡോണ്ട് കം. ഇനി അടുത്തത് ഞാനത് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഡോണ്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് ഡു ഇറ്റ്. ഞാനത് ചെയ്യാറില്ല. ഡോണ്ട് ഡു ഇറ്റ്. ഇവിടെ ഡൂൺ ഡസ്സും ആണ് വരുന്നത്. ആ കാര്യം ചെയ്യാറില്ല. ഇനി അടുത്തത് എന്താണ് വരുന്നത്? അവൻ നമ്മളെ സഹായിക്കില്ല എന്നാണ് നമ്മൾ വില്ല് വെച്ചിട്ട് പറഞ്ഞത്. ഇനി ഇവിടെ സഹായിക്കാറില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, സാധാരണ സഹായിക്കാറില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഹീ ഡസൻറ്റ് ഹെൽപ്പ് അസ്. മറ്റിടത്ത് നമ്മൾ പറഞ്ഞത് ഹീ വോണ്ട് ഹെൽപ്പ് അസ് എന്നുള്ളതാണ്. അത് ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. ഇതെന്താണ്? പ്രസൻറ്റിനെയാണ് കാണിക്കുന്നത്. സാധാരണ അങ്ങനെ സംഭവിക്കാത്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ ഹി ഡസൻറ്റ് ഹെൽപ്പ് അസ്. ഇനി അടുത്തത് എന്താണ്? അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് നമ്മൾ ഷീ വിൽ നോട്ട് അറ്റൻഡ് ദ ക്ലാസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ എങ്ങനെ പറയാം? അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? ഷീ ഡസൻറ്റ് അറ്റൻഡ് ദ ക്ലാസ്. ഷീ
ഡസൻറ്റ് അറ്റൻഡ് ദ ക്ലാസ്. ഹീയും ഷീയും ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്, ഡസൻറ്റ് ഉപയോഗിച്ചത്. മറ്റേത് ഐ, യു, വി, ദേ അതൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞു, ചെയ്യാറില്ല എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അടുത്തത് ഞാൻ വന്നേനെ. വന്നേനെ എന്ന് പറയുമ്പോൾ മലയാളം ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ വന്നേനെ എന്ന് പറയുമ്പോൾ ഇത് മുൻപേ നടക്കാതെ പോയൊരു കാര്യമാണ്. അതായത് ഞാൻ വന്നേനെ, എനിക്ക് വരായിരുന്നു പക്ഷെ ഞാൻ വന്നില്ല. സോ ഐ വുഡ് ഹാവ് കം. ഇത് ഐ വുഡ് ഹാവ് കം എന്നോ അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് കം എന്നോ അല്ലെങ്കിൽ ഐ ഷുഡ് ഹാവ് കം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് തമ്മിൽ ചെറിയ ഡിഫറൻസുകളുണ്ട്. ഇവിടെ ഞാൻ വന്നേനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ വുഡ് ഹാവ് കം. ഐ വുഡ് ഹാവ് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നേനെ പക്ഷേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വരുമായിരുന്നു. മനസ്സിലായില്ലേ? ഐ വുഡ് ഹാവ് കം. അടുത്തത് ഞാനത് ചെയ്തേനെ. ചെയ്തേനെ, നേരത്തെ നമ്മൾ വന്നേനെ എന്ന് പറഞ്ഞു, അതുപോലെ ഇവിടെ ചെയ്തേനെ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. അവിടെ ഡൺ ആണ് അല്ലേ? അപ്പോൾ ആ തേർഡ് ഫോം ഓഫ് ദ വെർബ്. സോ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, പാസ്റ്റിൽ നടക്കാതെ പോയി. ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. അടുത്തത് ഹീ വുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. ഹീ വുഡ് ഹാവ് ഹെൽപ്ഡ് അസ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ നമ്മളെ സഹായിച്ചേനെ. സഹായിച്ചിട്ടുണ്ടാവുമായിരുന്നു, പക്ഷെ സഹായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. സോ ഹീ വുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. മുമ്പേ നടക്കാതെ പോയി. ഓക്കെ, ഹീ വുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. ഷീ വുഡ് ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്. ഷീ വുഡ് ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്. എന്താണ് പറഞ്ഞാൽ? അവൾ ക്ലാസ് അറ്റൻഡ് ചെയ്തേനെ, പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഷീ വുഡ് ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്. ക്ലാസ് അറ്റൻഡ് ചെയ്തേനെ പക്ഷേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് ഞാൻ വരേണ്ടതായിരുന്നു. ഇത് കുറച്ചും കൂടി നമ്മളൊരു നിർബന്ധത്തോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഞാൻ വരേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ പറയില്ലേ വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഷുഡാണ് ഉപയോഗിക്കുക. സോ ഐ ഷുഡ് ഹാവ് കം. ഷുഡ് ഹാവ് എന്ന് പറഞ്ഞതിന് ശേഷം കം എന്നുള്ളത് തേർഡ് ഫോം ആണ് കേട്ടോ. കം, കെയിം, കം, തേർഡ് ഫോം ഓഫ് ദ വെർബ്. സോ ഐ ഷുഡ് ഹാവ് കം. പക്ഷേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇതും പാസ്റ്റിൽ നടക്കാതെ പോയൊരു കാര്യമാണ്. കുറച്ച് നിർബന്ധത്തോട് കൂടിയിട്ടാണ് അവിടെ പറയുന്നത് ഐ ഷുഡ് ഹാവ് കം. ഇനി അടുത്തത് എന്താ വരിക? ഞാനത് ചെയ്യേണ്ടതായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. ഡു എന്നുള്ളതിൻ്റെ തേർഡ് ഫോം. സോ ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതായിരുന്നു. അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതായിരുന്നു. എങ്ങനെ പറയാം? ഹീ ഷുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. ഹീ ഷുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ്. ഹീ ഷുഡ് ഹാവ് ഹെൽപ്ഡ് അസ്. അവൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. എങ്ങനെ പറയും? ഷീ ഷുഡ് ഹാവ് അറ്റൻഡഡ് ദാറ്റ് ക്ലാസ്. ഷീ ഷുഡ് ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്. അവൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അങ്ങനെ നടക്കാതെ പോയി. അതിൻ്റെ ഒരു ഖേദപ്രകടനമാണ് നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നടത്തുന്നത്. അടുത്തത് നമ്മളിപ്പോൾ ഷുഡ് ഹാവ് വെച്ച് പറഞ്ഞില്ലേ, ഇനി അത് ഷുഡിൻറ്റ് ഹാവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള അർത്ഥം വരും, അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ള അർത്ഥം വരും. ഐ ഷുഡിൻറ്റ് ഹാവ് കം. എന്താണ് പറഞ്ഞാൽ ഐ ഷുഡിൻറ്റ് ഹാവ് കം, ഞാൻ വരാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് കം, ഞാൻ വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ വരാൻ പാടില്ലായിരുന്നു പക്ഷെ വന്നു. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ അതൊരു എന്താ പറയുക, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. സോ ഐ ഷുഡിൻറ്റ് ഹാവ് കം. അടുത്തത് ഐ ഷുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. മീനിങ് വാട്ട്? ഐ ഷുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തത് എന്തോ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാണ് ഐ ഷുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഹീ ഷുഡിൻറ്റ് ഹാവ് ഹെൽപ്ഡ് അസ്. എന്താണ് പറഞ്ഞാൽ അവൻ നമ്മളെ സഹായിക്കാൻ പാടില്ലായിരുന്നു. മറ്റേത് ഷുഡ് ഹാവ് ഹെൽപ്ഡ് അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കണമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഷുഡിൻറ്റ് ഹാവ് ഹെൽപ്ഡ് അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ പാടില്ലായിരുന്നു. ഈ ഷുഡിൻറ്റ് ഹാവ് ഹെൽപ്ഡ് അസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓക്കെ. ഷീ ഷുഡിൻറ്റ് ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്. അവൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷീ ഷുഡിൻറ്റ് ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്. ഇപ്പോൾ നമ്മൾ 5 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വാട്ട് വാസ് ദ ഫസ്റ്റ് വൺ? ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വിൽ നോട്ട് വെച്ചിട്ട് പറഞ്ഞു ഐ വിൽ നോട്ട് കം എന്നുള്ളത്. രണ്ടാമത്തത് നമ്മൾ ഒരു കാര്യം ചെയ്യാറില്ല എന്നുള്ളത്, അത് നമ്മൾ ഐ ഡോണ്ട് കം എന്നുള്ളത് വെച്ചിട്ട് പറഞ്ഞു അല്ലേ. മൂന്നാമത് ഒരു കാര്യം ചെയ്തേനെ എന്ന് പറഞ്ഞു. സോ ഐ വുഡ് ഹാവ് കം, അതായത് ഞാൻ വന്നേനെ എന്നുള്ള അർത്ഥത്തിൽ ഐ വുഡ് ഹാവ് കം എന്ന് പറഞ്ഞു. അടുത്തത് ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് നിർബന്ധത്തോടു കൂടി പറയാൻ നമ്മൾ ഐ ഷുഡ് ഹാവ്, ഞാൻ വരേണ്ടതായിരുന്നു, ഐ ഷുഡ് ഹാവ് കം എന്ന് പറഞ്ഞു. അടുത്തത് ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഷുഡ് നോട്ട് ഹാവ് എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് ഐ ഷുഡൻറ്റ് ഹാവ് കം എന്നുള്ളതാണ്. സോ പ്രാക്ടീസ് ഓൾ ദീസ് ഇൻ യുവർ ഡെയിലി ലൈഫ് ആൻഡ് ബ്യൂട്ടിഫൈ യുവർ ലാംഗ്വേജ്. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. നിങ്ങളുടെ ടൈം അനുസരിച്ച്, നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. I'll see you soon with another good topic. Till then, bye bye.